നമസ്കാരം. ഒരു അസാധാരണ തെക്കൻ ദൗത്യത്തിലാണ് ബി ജെ പി. കേരളത്തിലെ ബി ജെ പിയുടെ ഓടിൽ തീർത്ത വിഗ്രഹങ്ങൾ കൈമാറുന്നു. ശ്രീ നരേന്ദ്രമോദിജി, ഭാരതത്തിന്റെ വില്ലാളി വീരൻ, ആധുനിക സവ്യസാചി ശ്രീ നരേന്ദ്രമോദിജിക്ക് തേക്കിൽ തീർത്ത അമ്പും വില്ലും ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. Now I would like to invite our honorable. രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. ബി ജെ പി ആവട്ടെ ദക്ഷിണ ഇന്ത്യയിൽ ഒരു അസാധാരണ തെക്കൻ ദൗത്യത്തിലും. കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സ്വപ്നങ്ങൾ അത് നേരത്തെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ അത് ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ വേരാഴം കൂട്ടാനുള്ള പ്രയത്നം ടോപ്പ് ഗിയറിലാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് പ്രധാനമന്ത്രിയുടെ രണ്ടാഴ്ചക്കിടയിലുള്ള ഈ രണ്ടാമത്തെ വരവ്. മോദി പ്രഭാവം വോട്ടായി മാറുമോ? ലക്ഷ്യത്തിലേക്ക് എത്താൻ ബി ജെ പിക്ക് ഈ പ്രഭാവം കൊണ്ട് മാത്രം കഴിയുമോ? തെരഞ്ഞെടുപ്പ് ഗോതയിലെ പോരാളികൾ അത് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ടില്ല എങ്കിലും അംഗം കൊഴുപ്പിക്കുകയാണ് നരേന്ദ്രമോദിയുടെ വരവ്. പ്രവാസി ശബ്ദം പരിശോധിക്കുന്നു. ലക്ഷ്യം കാണുമോ തെക്കൻ ദൗത്യം? കോൺഗ്രസിൽ നിന്ന് ധനേഷ് മുരളി, ബി ജെ പിയിൽ നിന്ന് ടി ആർ രമേശ്, ഇടത് സഹയാത്രികൻ വാഹിദ് നാട്ടിക എന്നിവരാണ് ചേരുന്നത്. ആദ്യം ടി ആർ രമേശ്. നരേന്ദ്രമോദി തൃശ്ശൂരിൽ രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം തവണ എത്തുന്നു. ഈ മിഷൻ സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ബി ജെ പിയുടെ നേതൃത്വം പദ്ധതിയിടുമ്പോൾ തന്നെ അവിടെ കേരളത്തിൽ തൃശ്ശൂരിൽ മാത്രം ഇത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം. ഈ നേരത്തെയൊക്കെ നമുക്കറിയാം തിരുവനന്തപുരമായിരുന്നു പ്രധാനപ്പെട്ട സാധ്യതയിൽ മുന്നിൽ കണ്ടിരുന്ന മണ്ഡലങ്ങളിലൊന്ന്. അപ്പോൾ ഇത്തവണത്തെ ബി ജെ പിയുടെ പ്രതീക്ഷകളിൽ തൃശ്ശൂർ മാത്രമാണോ ഉള്ളത്? അല്ല, താങ്കൾ പറഞ്ഞ പ്രസ്താവന തന്നെ തെറ്റാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കേരളത്തിൽ മാത്രമല്ല ബി ജെ പി എവിടെയൊക്കെയാണോ സീറ്റുകൾ കുറവ് നേടിയിട്ടുള്ളത് അവിടെ കൂടുതൽ സീറ്റുകൾ നേടാൻ. അപ്പൊ ഇപ്പോ നരേന്ദ്രമോദി വന്ന സമയത്ത് ഇപ്പൊ കല്യാണത്തിനാണ് തൃശ്ശൂർ വന്നത്. കല്യാണത്തിനല്ലാതെ വേറെ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം തൃശ്ശൂർ ഉണ്ടായിരുന്നില്ല. അതിപ്പോ ഇലക്ഷന്റെ സമയത്തായി എന്നുള്ളതുകൊണ്ട് കല്യാണം വെച്ചത് ആ സമയത്ത് വരാണ്ടിരിക്കാൻ സാധിക്കില്ല. പക്ഷെ പൊളിറ്റിക്കൽ പ്രോഗ്രാം എല്ലാം എറണാകുളത്തായിരുന്നു. ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാം എല്ലാം എറണാകുളത്തായിരുന്നു. അപ്പൊ തൃശ്ശൂർ എന്നുള്ളതല്ല, കേരളത്തിലെ മൊത്തം ബി ജെ പി അങ്ങനെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ എവിടെയാണ് ശുഷ്കിച്ചു നിൽക്കുന്നത് അവിടെ വളരുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ദൗത്യം. അതിനായി ശ്രീ നരേന്ദ്രമോദി അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ പണ്ടൊക്കെ ബി ജെ പിയുമായി അടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ആളുകളുണ്ട്. ഇന്ന് അവരെല്ലാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം പല കാര്യങ്ങളിലും ബി ജെ പിയോട് എതിരഭിപ്രായമുള്ളവർ പോലും മോദിയെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഈ ചർച്ച ചെയ്യുന്നത് മോദി പ്രഭാവം എന്ന്. ചർച്ചകളിൽ എപ്പോഴും മോദി പ്രഭാവം എന്ന് വരുന്നത് കൊണ്ടാണ്. അപ്പൊ ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണകർത്താവിനെ ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നുള്ള ഒരു നില വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണ്? എവിടെയൊക്കെയാണോ ഞങ്ങൾ വീക്കായിട്ടിരിക്കുന്നത്, എവിടെയെല്ലാമാണോ ഞങ്ങൾക്ക് സീറ്റ് ഇല്ലാത്തത് അവിടെയെല്ലാം സീറ്റ് നേടണം. അതാണ് ഞങ്ങളുടെ ഒരു പരിപാടി. അല്ലാതെ ഇപ്പോ കോൺഗ്രസിന്റെ അധ്യക്ഷനെ പോലെ ഒരു സ്ഥലത്ത് തോൽക്കുമെന്നുള്ളത് കൊണ്ട് ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിലേക്ക് ഓടി വരലല്ല ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഒരു വ്യൂ പോയിന്റ്. അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഈ പരിപാടി ഇപ്പൊ ബി ജെ പി ചെയ്യുന്ന പോലെ ഇടതുപക്ഷത്തിന് ചെയ്യാലോ. പ്രകാശ് കാരാട്ട് ഇപ്പൊ യു പിയിലോ മധ്യപ്രദേശിലോ വേണ്ട, വെസ്റ്റ് ബംഗാളിലോ ത്രിപുരയിലോ ഇതേമാതിരി ഒരു റാലി നടത്താൻ ചെന്ന എന്തായിരിക്കും അവസ്ഥ? വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. കാരണം അവർക്ക് ഇപ്പൊ ബി ജെ പി കേരളത്തിൽ വളരില്ല എന്നുള്ളത് പറയാൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ. ബി ജെ പി കേരളത്തിൽ വളരും എന്നുള്ളത് അസന്ദിഗ്ധമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിൽ അവര് യാതൊരുവിധ സംശയം വേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പി കേരള ഭരണം പിടിക്കുമെന്നുള്ള ഉറപ്പാണ്. കാരണം അതിനാണ് ഞാൻ പറഞ്ഞത്, പ്രകാശ് കാരാട്ടിനോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കോ കോൺഗ്രസ് എന്തെങ്കിലും ആവട്ടെ ഒരു ജോഡോ യാത്ര എന്ന് പറഞ്ഞിട്ടെങ്കിലും എന്തെങ്കിലും നടത്തുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും നടത്താൻ പറ്റുള്ളൂ. ആകെ കേരളം ഇനി പിടിക്കില്ല. പണ്ട് പറയാറുള്ളത് ത്രിപുര, വെസ്റ്റ് ബംഗാൾ, കേരളം ഞങ്ങൾ ആരും പിടിക്കില്ല.
വെസ്റ്റ് ബംഗാൾ പോയി, ത്രിപുര BJP പിടിച്ചു, ഇപ്പൊ കേരളം മാത്രമുണ്ട് പറയാനായിട്ട്. ഈ കേരളവും ഭാവിയിൽ BJP പിടിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഈ രണ്ട് മുന്നണികൾ എന്ന് പറയുന്നത്, ഇവിടെ രണ്ട് മുന്നണിയില്ല, INDI മുന്നണി, ഇന്ത്യ മുന്നണി മാത്രമേ ഉള്ളൂ. ഇന്ത്യ മുന്നണിയും കൂടി ഈ മുന്നണിയിൽ രണ്ടാളുകളാണ് ഇരിക്കുന്നത്. ശരിക്കും ഒരു പ്രതീതിയുടെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പൊ ഇത്തരത്തില് ഭാരതീയ ജനതാ പാർട്ടി വികസന രാഷ്ട്രീയം പറഞ്ഞ് BJP എവിടെയൊക്കെയാണോ ജയിക്കാതിരുന്നത് അവിടെ എല്ലാം ജയിപ്പിക്കാൻ, എറണാകുളത്തും കണ്ണൂരും കാസർഗോഡും തിരുവനന്തപുരത്തും കേരളത്തിലുടനീളം ജയിക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അപ്പൊ ചിലവർക്ക് ചിലപ്പോ ചിരി വരും, ചിലവര് പറയുമ്പോ ഇല്ല ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ ത്രിപുരയിലും കണ്ടത്. ത്രിപുരയിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ മാതിരി അടുത്ത പക്ഷത്തിന്റെ അവസ്ഥ. അപ്പൊ ത്രിപുരയിൽ ഇപ്പൊ ഇവര് പറയും പ്രബുദ്ധമായിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിൽ നിന്ന്. പ്രബുദ്ധതായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ ആയാലും നല്ല ലിറ്ററസി റേറ്റ് ഉള്ള സ്ഥലമാണ് ത്രിപുര. ഇവര് ഭരിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്, വർഷങ്ങളോളം ഭരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ അവിടുത്തെ പ്രബുദ്ധത പോയി. പെട്ടെന്ന് ആളുകൾക്ക് പ്രബുദ്ധത പോയിട്ടില്ലല്ലോ ത്രിപുരയിൽ തോറ്റത്. കാര്യം ഇടതുപക്ഷം എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഒരു 10 വർഷം കൂടി തുടർന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തല്ലുള്ളിലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന്. ഇപ്പൊ അതിന് 7 വർഷം കഴിഞ്ഞപ്പോ ആൾക്കാർ വെറുത്തുകൊണ്ടിരിക്കുകയല്ലേ. മോള്, അദ്ദേഹത്തിന്റെ ഓഫീസ് എല്ലാ അഴിമതിയിലാണ്. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ശബ്ദമില്ല. ഇവിടുത്തെ പ്രതിപക്ഷം BJP നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടതുപക്ഷം ഇപ്പൊ മോളുടെ പേരിലുള്ള ആരോപണം ഇന്ന് ഇപ്പൊ വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇന്ന് ചാനൽ ചർച്ചകളിലൊക്കെ അതായിരുന്നു. അപ്പൊ ഇവിടെ അഴിമതി എന്ന് പറഞ്ഞ ഒരു ഭരണം. മറിച്ച് BJPയുടെ കാര്യം നോക്കൂ. കേന്ദ്രത്തിൽ 9 വർഷം കഴിഞ്ഞ് 10ാം വർഷം തികയ്ക്കാറായി. ഒരു അഴിമതി തെളിയിക്കാനോ ഒരു അഴിമതി പറയാനോ ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ശരി ശ്രീ രമേശ്, ഞാൻ വാഹിദ് നാട്ടിലേക്ക് പോകുന്നത്. ശ്രീ വാഹിദ്, ഇപ്പോൾ രമേശ് സൂചിപ്പിച്ച പോലെ രമേശ് പറയുന്നു അത് കല്യാണം കൂടാൻ വന്നതാണ്, ഒരു ഔദ്യോഗിക BJPയുടെ പരിപാടി ഉണ്ടായിരുന്നില്ല തൃശ്ശൂരിൽ എന്നത്. തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല എന്നത് ശരി തന്നെ, പക്ഷെ അത് കേവലം ഒരു കല്യാണം കൂടലാണ് എന്ന് മാത്രം പറഞ്ഞു വെക്കുക, അത് സാമാന്യ രാഷ്ട്രീയ ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ 2019 ദക്ഷിണേന്ത്യയിൽ BJP നേടിയത് 29 സീറ്റാണ്, ആകെ 130 മണ്ഡലങ്ങളിൽ നിന്ന്. അപ്പോൾ ഒരു മിഷൻ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഒരു തെക്കൻ ദൗത്യം എന്നുള്ള മട്ടിൽ അത് JP നദ്ദയും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അതിൽ കേരളത്തിൽ അവർ ലക്ഷ്യമിടുന്നത് തൃശ്ശൂർ മാത്രമാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ റോഡ് ഷോ, ഈ പ്രഭാവം കൊണ്ടൊക്കെ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ മാറ്റിക്കുറിക്കാൻ പോകുന്നതാണോ ഈ പ്രചാരണ തന്ത്രങ്ങളൊക്കെ? RSSന്റെ ഭരണം ഇന്ത്യ എന്ന രാജ്യത്തിന് തന്നെ എതിരാണ്. അതാണ് അദ്ദേഹം ഇന്ത്യ എന്നുള്ള വാക്ക് പറയാൻ തന്നെ വല്ലാതെ വിഷമിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇന്ത്യ എന്നുള്ളത് അടിസ്ഥാനപരമായി മതേതരത്വ ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയുടെ അടിസ്ഥാന തത്വം അത് മാത്രമാണ്. അതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല, ഇന്ത്യ അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യക്ക് പ്രസക്തി ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ 3ാം മോഡി സർക്കാരിനോ അല്ലെങ്കിൽ 3ാം RSS സർക്കാർ വരിക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ. കാരണം ആശയപരമായി ഇന്ത്യ എന്ന അടിസ്ഥാന തത്വത്തിനെതിരായിട്ടുള്ള ഒരു ആശയമാണ് RSS. കാരണം RSS ഒരിക്കലും അതൊരു മതാടിസ്ഥാനത്തിൽ മതം മാത്രമാണ്, മതം വിറ്റ് ജീവിക്കുക എന്നുള്ള ഒരു മതജീവികൾ മാത്രമാണ് RSS എന്നുള്ള ഈ തീവ്രവാദ സംഘം, വർഗീയവാദ സംഘം. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വെക്കുന്ന ആശയം ഇന്ത്യ എന്നുള്ള ലോകത്തിന് മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിന് തന്നെ എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം അവസാനിക്കാനുള്ള ഒരു വഴിയാണ് RSSന്റെ 3ാം ഭരണം എന്നുള്ളത്. കാരണം സ്വാഭാവികമായിട്ടും ഇവർ ആഗ്രഹിക്കുന്ന സൗത്ത് ഇന്ത്യ, ഇവരിപ്പോ പറയുന്ന ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന വിഭജനം തന്നെ അവരുടെ മനസ്സിൽ തന്നെ ഉള്ളത്. അവർ ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ഈ ഭാഗം പോയി കിട്ടണം. അതുകൊണ്ടാണ് അവർ ഇന്ത്യ എന്നുള്ള പേര് പോലും ഭയക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഭാരതം, ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്നുള്ള പേരിനെ പതുക്കെ 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 ഭാരതം എന്ന് മാത്രമാക്കാനും ഇന്ത്യ എന്ന മുന്നണിയെ ഭയപ്പെടുന്നത്. അത് സ്വാഭാവികമാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊരിക്കലും ഇന്ത്യക്കാരനാവാൻ കഴിയില്ല, ഒരിക്കലും. അവർ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കികളായിരുന്നു. അറിയാം, സവർക്കർ ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി ബ്രിട്ടീഷുകാരുടെ മാപ്പപേക്ഷിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ വേണ്ടി മാത്രം പണി ചെയ്തിരുന്ന ഒരു സംഘം രാജ്യവിരുദ്ധ മത തീവ്രവാദ സംഘമാണ്. ആ ആശയം സ്വാഭാവികമായിട്ടും അത്തരം ഒരു തീവ്രവാദ ആശയം
ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന, രാജ്യത്തിന്റെ മതേതരത്വം ശക്തമായി നിൽക്കുന്ന ഇന്ത്യയിലെ ഈ തെക്കേന്ത്യൻ പ്രദേശത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദി അവിടെയും അദ്ദേഹം വന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കുറെ മതചിഹ്നങ്ങളാണ്, മത സിംബലുകളാണ്. അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും, ഇതര മനുഷ്യരെയും, അത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ RSSന്റെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വം മാത്രമാണ്, ബാക്കിയൊന്നും ഹിന്ദുക്കളല്ല. അപ്പോ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ എന്തിനേറെ മോഡി പോലും ഹിന്ദുവായിട്ട് അവർക്ക് കാണാൻ കഴിയാത്ത അത്രയേറെ എന്താ പറയാ ജാതി വ്യവസ്ഥതയിലുള്ള ഒരു ആശയമാണ് ഈ RSS എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആശയം ഇന്ത്യയിൽ ഒരു 3-ാം തവണ അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യം അവസാനിക്കലാണ്. അവർ ഒരു കാരണവശാലും മതേതരത്തിന്റെ ഈറ്റില്ലമായിട്ടുള്ള കേരളം എന്നുള്ള സംസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളത് അദ്ദേഹം ബംഗാൾ പറയുന്നു, ത്രിപുര പറയുന്നു, അതുപോലെ തന്നെ പല പല മോഹങ്ങളും അദ്ദേഹത്തിന് പറയാനുള്ളതും ആഗ്രഹിക്കാനുള്ളതും അവകാശമുണ്ട്. പക്ഷെ ഈ രാജ്യത്തിന്റെ അവസാനത്തിനാണ് 3-ാം RSS ഭരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഏറ്റവും അവസാനം ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമോ എന്നുള്ള ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേ പറയുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇന്ത്യയുടെ മതേതരത്വം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മതേതരത്വം എന്ന അന്തസത്ത RSS എന്ന് പറയുന്ന ലോകത്ത് തന്നെ ഏറെക്കുറെ അൽ-ഖൈദക്കൊക്കെ തുല്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘത്തിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തകർക്കപ്പെടില്ല എന്നുള്ളത്. അല്ല ശരി, ഞാൻ രമേശിലേക്ക് എത്താം. ഞാൻ മുമ്പ് ധനേഷിന് അവസരം നൽകണമല്ലോ. ആദ്യം തന്നെ ധനേഷ്, ഇപ്പോൾ വേറൊരു പ്രശ്നം നിൽക്കുന്നത്, ഈ കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രശ്നം, ഈ BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി നേരിട്ടെത്തി തൃശ്ശൂരിൽ ക്യാമ്പയിൻ, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുകയാണ്. ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെ തൃശ്ശൂരിൽ തന്നെ എത്തിച്ച് പ്രചാരണത്തിന് തുടക്കമിടാൻ നിർബന്ധിതരാവുകയാണ് കോൺഗ്രസ്. അങ്ങനെ BJP വെട്ടുന്ന വഴിയിലേക്ക്, ആ ഒരു അജണ്ടയിലേക്ക് കോൺഗ്രസിനും സ്വാഭാവികമായും എത്തിച്ചേരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. BJPയുടെ ഈ പ്രചരണ തന്ത്രങ്ങളെയും BJPയുടെ ഈ മോദിയെ വെച്ചുള്ള പ്രഭാവത്തെ, അല്ലെങ്കിൽ മോദിയെ കൊണ്ടുള്ള റോഡ് ഷോകളൊക്കെ മറികടക്കാൻ മറ്റൊരു മാർഗമില്ലേ കോൺഗ്രസിന്, തൃശ്ശൂരിലെങ്കിലും ചുരുങ്ങിയത്? തൃശ്ശൂരിൽ ഇതിനുള്ള ഉത്തരം കൃത്യമായിട്ട് തൃശ്ശൂരിലെ MP ശ്രീ TN പ്രതാപൻ നൽകിയിട്ടുണ്ട്. നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തൃശ്ശൂർ സീറ്റ് BJPക്ക് ലഭിക്കില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അല്ല, അതില് സംബന്ധിച്ച് TN പ്രതാപൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട TN പ്രതാപൻ ഏറ്റവും കൂടുതൽ BJP വിരുദ്ധത പ്രകടമാക്കുന്നത് അത് LDFും CPM-ഉമാണ്. പക്ഷേ ഇപ്പോൾ ആ ആയുധം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണ്? TN പ്രതാപനാണ്. KPCC അധ്യക്ഷന്റെ KPCCയുടെ നിലപാടിന് വിരുദ്ധമായിട്ടല്ലേ കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഞെക്കിപ്പിഴിയുന്നു എന്ന് TN പ്രതാപൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു BJP വിരുദ്ധത തന്നെയാണ് വിറ്റ് കഴിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ വോട്ടാകാൻ സാധ്യതയുള്ളതെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു പ്രയോഗമാണത് TN പ്രതാപൻ നടത്തിയത്. തീർച്ചയായിട്ടും നരേന്ദ്രമോദി, സാക്ഷാൽ നരേന്ദ്രമോദി പോലും ഹബ്ബി എന്നത് തൃശ്ശൂർ സീറ്റ് പിടിക്കണമെന്നുള്ള വലിയ ലക്ഷ്യത്തിൽ ഇവിടെ വന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ നിലവിലുള്ള MPക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലേ പറ്റും. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. അതായത് ഇപ്പൊ BJP മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നാണ് കേരളത്തിൽ എന്തെങ്കിലും ജന ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ BJP ഇലക്ഷൻ ഇപ്പൊ നേരിടാൻ വരുന്നത്? കേരളത്തിലോട്ട് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു, ക്രിസ്മസ് ആയപ്പോൾ കേക്ക് കൊടുക്കുന്ന കാഴ്ചകൾ കണ്ടു. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഓണം. അതുപോലെ ഈ ക്രിസ്മസും ഓണവും ദീപാവലിയും അമ്പലവും പള്ളിയും മാത്രമാണ് രാഷ്ട്രീയമെന്നും ജനോപകാരപ്രദമായ ചിന്തകളെന്നും വിശ്വസിച്ചുകൊണ്ട് കേരളത്തിൽ ഈ അരി വേവില്ലെന്ന് എന്തായാലും അടുത്ത ഇലക്ഷനോട് ബോധ്യപ്പെടുമായിരിക്കും. കോൺഗ്രസിന്റെ മറ്റൊരു പ്രശ്നം ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ, വിശ്വാസത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഇപ്പോൾ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് അതിന്റെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക്. പക്ഷേ പോകണമോ പോകണ്ടോ എന്നുള്ള കൃത്യമായ തീരുമാനം എടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. ഇപ്പോൾ UP ഘടകം പങ്കെടുക്കുന്നു, കർണാടകയിൽ മറ്റൊരു നിലപാട്. അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും കോൺഗ്രസ് നേതാക്കളുടെ വ്യത്യസ്തമായ നിലപാടാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അവിടെ ഒരു പൊതുവായിട്ടുള്ള ഐക്യത്തിലേക്ക്, നിലപാടിലേക്ക് എത്താൻ കഴിയണ്ടേ കോൺഗ്രസ് നേതൃത്വത്തിന്? അല്ല, തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പൊ CPM പോലെ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ല. കാശ്മീരും ഒരു കന്യാകുമാരിയും ഒരു എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. കൂടാതെ BJP പോലെ ഒരു മതത്തിനെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. ഇവിടെ എല്ലാ മതക്കാരും ഉണ്ട്, ഇവിടെ എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ ഭാഷക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അല്ല, വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ക്ലിയർ കട്ടായിട്ട് തന്നെ ആ വിഷയത്തിലും കോൺഗ്രസ് മറുപടി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ
ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പിന്നെ യു പിയിലെ ആളുകൾ ഒരുപക്ഷെ അവിടുത്തെ നേതാക്കന്മാര് അയോധ്യയിൽ പോവുമായിരിക്കും, ഇനി മറ്റു നേതാക്കന്മാരും പോയേക്കാം. പക്ഷെ അതൊന്നും ഇപ്പോ ഇത് RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെയോ അക്കൗണ്ടിലേക്ക് പോകേണ്ട ഒരു കാര്യമല്ല. അത് പിന്നീട് അത് ആലോചിച്ച് ചിലപ്പോൾ നേതാക്കന്മാർ പോയേക്കാം. അതൊരു ക്ഷേത്രമാണല്ലോ, തീർച്ചയായിട്ടും ചിലപ്പോൾ അവിടെ പോയെന്നിരിക്കാം, പോയില്ല എന്നും ഇരിക്കാം. ഇപ്പൊ കേരളത്തിൽ നിന്നും അങ്ങനത്തെ വാർത്തകളൊക്കെ ദിനം പ്രതി വരുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കൾ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അതിന് ഒരു ഉത്തരമല്ല. ഹൈക്കമാൻഡിന്റെ ഉത്തരമാണ് അതിന്റെ അവസാന വാക്കെന്ന് പറയുന്നത്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. പിന്നെ BJP ഇപ്പോ തൃശ്ശൂർ പിടിക്കാൻ വേണ്ടിയിട്ട് കടന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വീട് എവിടെ, അദ്ദേഹം ജനിച്ച ജില്ല എവിടെയാ? കൊല്ലം ജില്ലയിൽ ജനിച്ച, തിരുവനന്തപുരത്ത് സ്ഥിരതാമസമൊക്കെ നിൽക്കുന്ന സുരേഷ് ഗോപി അദ്ദേഹം തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും എറണാകുളവും കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയിട്ട് അവിടെ ഒരു പള്ളിയിൽ പോയിട്ട് കിരീടം വെച്ചു കൊടുത്തു. അല്ലെ, നമ്മൾ കണ്ട കാഴ്ചയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വളരെ കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ സീറ്റ് എങ്ങനെയും പിടിക്കുക, അവിടെ ക്രിസ്ത്യാനികളുടെ കൂടെ ഒപ്പമുണ്ടെന്ന് തെളിയിക്കുക, ബാക്കി സമയങ്ങളിൽ ഹിന്ദുക്കളുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കുക, എന്റെ കൂടെ മോദി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. കാരണം പ്രധാനമന്ത്രി അത് എത്തിക്കുകയും മകളുടെ കല്യാണത്തിന് എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സുരേന്ദ്രന്റെ പോലും സംസ്ഥാന പ്രസിഡന്റിന്റെ മകന്റെ കല്യാണത്തിന് പോലും എത്താത്ത മോദി തീർച്ചയായിട്ടും അവിടെ എത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ അജണ്ട ഒന്നുള്ളത് വ്യക്തമാണ്. അതിനുവേണ്ടി അവർ മത്സരിക്കുന്നു. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഇതിനും വലിയ നാടകങ്ങളൊക്കെ നമ്മൾ കാണാനിരിക്കുന്നതുമാണ്. പക്ഷെ ഇത് വെറും വെറും പൊറോട്ട നാടകമാണെന്ന് KG പോകുന്ന കുട്ടികൾക്ക് പോലും വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ വന്ന് ഇന്ന് ഈ കണ്ട കാഴ്ചകളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു അച്ഛനെ സംബന്ധിച്ച്, സുരേഷ് ഗോപിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുന്നത് വലിയ അഭിമാനം നിറഞ്ഞ കാര്യമാണ്. പക്ഷെ മലയാളിയെ സംബന്ധിച്ച് ഇതൊരു ദിവസത്തെ ഒരു വാർത്താ പ്രാധാന്യത്തിനപ്പുറം നാളെ മറ്റൊരു വിഷയം വരുമ്പോൾ അതിലേക്ക് ചർച്ചകൾ വഴിമാറി പോകുന്നതിനപ്പുറം ഇതൊരു ഇലക്ഷന് കേരളത്തിൽ എന്തെങ്കിലും ഒരു സീറ്റ് നേടാൻ BJPക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സ്വപ്നമാണ്. അവർക്ക് സ്വപ്നം, മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട BJP വക്താവ് പറഞ്ഞ പോലെ അവർക്ക് ആഗ്രഹിക്കാം, അവർക്ക് ശ്രമിക്കാം. പക്ഷെ ഇത് കേരളമാണ്, കേരളത്തിന്റെ മണ്ണാണ്. ഇവിടെ അങ്ങനെയൊന്നും അധികം വളരെ വേഗത്തിലൊന്നും അങ്ങനെ ഒരു BJPക്ക് ഒരു സീറ്റ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഈ മതനിരപേക്ഷ തകർക്കാൻ പറ്റുമെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ശരി രമേശ്, TR രമേശ്, ഇപ്പോൾ ധനേഷ് സൂചിപ്പിച്ചതുപോലെ ആ സ്വപ്നം അത് BJP യാഥാർത്ഥ്യമാക്കുമോ എന്നുള്ളത് നമുക്കറിയാം. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് വരുമല്ലോ, പ്രഖ്യാപനം ഉണ്ടാകും. ഈ ശക്തി കേന്ദ്ര പ്രമുഖ സമ്മേളനത്തിൽ നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞത്, പ്രവർത്തിച്ചാൽ, അത് അടിത്തട്ടിൽ പ്രവർത്തിച്ചാൽ, ബൂത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ജയം സ്വന്തമാക്കാനാകും എന്നുള്ളതായിരുന്നു പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. മോദി അത്തരമൊരു പ്രവർത്തകരുടെ സമ്മേളനത്തിൽ ആ ഒരു പരാമർശം നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഒരു സംശയമില്ലേ കേരളത്തിലെ പ്രവർത്തനം അത്രത്തോളം കാര്യക്ഷമമല്ല എന്നുള്ളത്? അല്ല, അങ്ങനെയല്ല അതിനെ കണക്കൂട്ടുന്നത്. കാര്യം ഒരു BJPയുടെ ബൂത്ത് സമ്മേളനങ്ങളിൽ ബൂത്തില് എത്തരത്തിലാണ് ശക്തിപ്പെടുത്തേണ്ടത്? ഇപ്പോ ശ്രീ ധനേഷ് പറഞ്ഞ പോലെയല്ലല്ലോ കാര്യങ്ങള്. BJP എന്താണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്? BJP ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ജനോപകാരപ്രദമായ കാര്യങ്ങള് ലഭിക്കാത്ത ആരുമില്ല ഓരോ ബൂത്തിലും. അവരെ പോയി നിങ്ങൾ കാണണം, അവരോട് കാര്യങ്ങൾ വിശദീകരിക്കണം, അവരുടെ വോട്ടുകൾ മേടിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം, RSSനെ തീവ്രവാദി, അയൽക്കൊയ്ത എന്നൊക്കെ ഇദ്ദേഹം സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത്. റഷ്യയിലും അത് പണ്ടത്തെ USSRലും മാവോസോ തെങ്ങും ഒക്കെ എത്ര ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്നു തള്ളിയിട്ടുള്ളത് എന്ന് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സുഭാഷ് ചന്ദ്രബോസിനെ വരെ ഇവര് പറഞ്ഞിട്ടുണ്ട് ചെരുപ്പ് നക്കി എന്ന് വിളിച്ചിരുന്ന ആൾക്കാരാണ് ഈ ശ്രീ വാഹിദ് നാട്ടിയുടെ പാർട്ടിക്കാർ. അദ്ദേഹം അത്തരത്തിലുള്ള കാരണമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഒറ്റുകൊടുത്ത ആൾക്കാരാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ. ചരിത്രം വിട്ട് നമുക്ക് തൽക്കാലം വർത്തമാനത്തിലേക്ക് നിൽക്കാം. അല്ല, അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണം. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാള് അനാവശ്യമായി RSS അല്ല BJP ആണ് ഭാരതം ഭരിക്കുന്നത്, അദ്ദേഹം BJP എന്നുള്ള പേര് പറയാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം, വ്യക്തമായിട്ട് അറിയാം, BJP എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി പോലും. അപ്പൊ RSS എന്ന് ഉപയോഗിക്കുക വളരെ തന്ത്രപൂർവ്വമുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും അങ്ങനെയാണ്, നുണ പറയാനായിട്ട് പല മാർഗങ്ങൾ തെരഞ്ഞെടുക്കും. ഒരു കാര്യം എന്തായാലും അദ്ദേഹം പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു, രാജ്യമല്ല അവസാനിക്കാൻ പോകുന്നത്, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവസാനിക്കാൻ പോകുന്നത്. കാര്യം ഈ തുരുത്തിൽ മാത്രമേ അതുള്ളൂ. അത് ഇതോടുകൂടി അവസാനിക്കും. ഈ 2024 ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ആ തുരുത്തും അവസാനിക്കും. BJPയെ സംബന്ധിച്ച് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. BJPയെ സംബന്ധിച്ചിടത്തോളം ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയം അതാണ്, ഓരോ ബൂത്തിനെയും ശക്തിപ്പെടുത്തുക, ആ ബൂത്തുകളിൽ പരമാവധി വോട്ടുകൾ ശേഖരിക്കുക. BJPയുടെ ലക്ഷ്യം തൃശ്ശൂർ മാത്രമല്ല, തൃശ്ശൂരും തിരുവനന്തപുരവും എറണാകുളവും കാസർഗോഡും എല്ലാവിടെയും BJP ജയിക്കണം എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ
എവിടെയാണോ നമ്മൾ താഴ്ന്നു നിൽക്കുന്നത് അവിടെ ഉയർത്താനാണ് നേതാവ് എന്ന് പറയുന്നത്. അതിനല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, രാഹുൽ ഗാന്ധി UP സ്ഥിരം നിന്ന് ജയിച്ച സീറ്റിൽ നിന്ന് ഓടിപ്പോരുകയാണ്, വയനാട് വന്ന് നിൽക്കാണ്. അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി എവിടെന്നോ ഓടി വന്നു. UP നിന്ന് ഓടി വന്ന് ഇവിടെ വയനാട് മത്സരിക്കുന്ന അദ്ദേഹത്തിനെ പറ്റി ഇദ്ദേഹത്തിനൊന്നും പറയാനില്ലേ? രണ്ട്, ഇപ്പൊ ഈ പ്രകാശ് കാരട്ട് ഇവരുടെ ആള്, അല്ലെങ്കിൽ പ്രകാശ് കാരട്ട് അല്ലെങ്കിൽ യെച്ചൂരി, ഇവരൊക്കെ പോയി UP മധ്യപ്രദേശിലോ ഇപ്പൊ ത്രിപുരയിലോ വെസ്റ്റ് ബംഗാളിലോ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രകടനം നടത്തിയാൽ അല്ലെങ്കിൽ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ നോക്കൂ, ഒരു വ്യക്തി തിരിഞ്ഞു നോക്കൂ. കാരണം അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയെയും ശ്രീ നരേന്ദ്രമോദിയെയും ഭാരതത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു. പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSകാരനാണ്, ഇന്ത്യയുടെ രാഷ്ട്രപതി RSSകാരിയാണ്. 40% വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് BJPക്കാണ്. അവരിൽ ബഹുഭൂരിപക്ഷവും RSSകാരാണ്. ഇവരൊക്കെ വർഗീയവാദികളാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയണമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അപ്പൊ പിന്നെ എന്തിനാ മോദിയെ സ്വീകരിക്കാനായിട്ട് മുഖ്യമന്ത്രി പോയത്? പറയണം, പറ്റില്ല, ഞാൻ വരില്ല എന്ന് പറയണം. പിന്നെ ചങ്കൂറ്റുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി ചെയ്യേണ്ട എന്താന്ന് പറയാ, RSSനെ നിരോധിക്കേ. കേരളത്തിൽ നിങ്ങൾ ഭരണത്തിലുള്ള RSSനെ നിരോധിച്ച് കാണിക്കേ. ഇത്ര വലിയ പിന്നെ പ്രധാനമന്ത്രിയെ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ഗഡ്കരി പക്ക RSSകാരനാണ്. ഈ ഗഡ്കരിയെ വിളിച്ചുകൊണ്ടുപോയി വീട്ടിൽ പോയി സദ്യ കൊടുത്തത് ആരാ? ശ്രീ വാഹിദ് നാട്ടിയുടെ മുഖ്യമന്ത്രിയല്ലേ? അതെന്താ പറഞ്ഞത്? അദ്ദേഹം ചോദിക്കുന്നതൊക്കെ തരണ്ട് എന്ന് പറഞ്ഞ പത്രപ്രവർത്തകരുടെ മുന്നിലല്ലേ? ഗഡ്കരി അല്ലേ? അതേപോലെ അദ്വാനി, അദ്ദേഹം RSSകാരനല്ലേ? ആരാ RSSകാരനല്ലാത്തത്? ഇവരെയൊക്കെ അംഗീകരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിലെ ആളുകൾ തന്നെയല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള അതിൽ രണ്ട് വ്യത്യാസമുണ്ട്. അത് പ്രധാനമന്ത്രി നാട്ടിലെത്തുമ്പോൾ കേരളത്തിന് മുഖ്യമന്ത്രി പോയി സ്വീകരിക്കുന്നത് വളരെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ശ്രീ വാഹിദ് നാട്ടിക, ഈ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14 ദിവസം കൊണ്ട് സുരേഷ് ഗോപി 1,91,000-ലധികം വോട്ടുകളാണ് നേടിയെടുത്തത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 2021 ഈ 2.5 വർഷം മുമ്പ്, അവിടെ ഈ കേരളത്തിൽ BJPക്ക് വോട്ട് കൂട്ടാനായത് 5 മണ്ഡലങ്ങളാണ്. അത് മൂന്നെണ്ണവും ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. ഒന്ന് വാഹിദ് നാട്ടികയുടെ നാട്ടികയാണ്, 2 ഒല്ലൂരാണ്, 3 ഇരിങ്ങാലക്കുടയാണ്. അപ്പോൾ ഈ അത്ര വലിയ ജൈജാന്റി ടാസ്ക് ഒന്നും അല്ല. കാരണം 1,20,000-ന്റെ കണക്ക് മതി BJPക്ക് ഒരു ചരിത്ര ജയം തൃശ്ശൂരിൽ സ്വന്തമാക്കാൻ. ഈ സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോ കുറച്ച് വോട്ട് പിടിച്ചു എന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു വ്യക്തി, പ്രത്യേകിച്ച് അദ്ദേഹം അതുവരെ ഒരു കട്ട RSSകാരനായിട്ടല്ല കേരള പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നത്, മറിച്ച് കുറച്ചുകൂടി ലിബറലായ ഒരു മനുഷ്യനായിട്ടാണ് കേരളം കണ്ടിരുന്നത്. അപ്പൊ മനുഷ്യര് ആ അധികാരം, ഇത്തരം മോഹങ്ങൾ മനുഷ്യനെ വലിയ അപകടകരമായ ആശയത്തിലേക്കും എത്തിക്കും. അത്തരം ഒരു അപകടകരമായ ഒരു ആശയത്തിലേക്ക് അദ്ദേഹം എത്തുകയും അദ്ദേഹത്തെ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയും ചെയ്തതാണ്. അത് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം എത്ര തരത്തിലൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും 2024. അതിലൊരു സംശയവുമില്ല. അതിനിപ്പം നരേന്ദ്രമോദി തൃശ്ശൂർ മാത്രമല്ല, തൃശ്ശൂരിൽ ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂർ മാത്രമൊന്നുമല്ല, തൃശ്ശൂരിലെ ഏറെക്കുറെ എല്ലാ ഗ്രാമങ്ങളിലൂടെ അദ്ദേഹം പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും അദ്ദേഹവും അതുപോലെ തന്നെ അമിത്ഷായും അവരുടെ എല്ലാ നേതാക്കളും ഒന്നിച്ചിരുന്നാലും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലമോ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലമോ, എന്തിനേറെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം പോലും ജയിക്കാൻ കേരളത്തിലെ RSS നിയന്ത്രിത BJPക്ക് കഴിയില്ല എന്നുള്ളത് മതേതര കേരളത്തിന്റെ അന്തസത്തയാണ്. അത് കേവലം ഇന്ന ഒരു വർഷം കൊണ്ട് ഉണ്ടായതൊന്നല്ല. ഒരു വലിയ മുന്നേറ്റത്തിന്, നവോത്ഥാന മുന്നേറ്റം ഉൾപ്പെടെ കേരളത്തിന്റെ ഒരു ഹിസ്റ്ററിയാണ് കേരളത്തിലെ മതേതരത്വം. അപ്പൊ അതൊന്നും RSS എന്ന് പറയുന്ന ഒരു വർഗീയ തീവ്രവാദ സംഘത്തിന് ഏതെങ്കിലും ഇത്തരം മാജിക്കുകാരെ കൊണ്ടുവന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ തകർക്കാവുന്നതല്ല. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മനുഷ്യരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനമോ അല്ലെങ്കിൽ ആ മതാന്ധതയോ അല്ല കേരളത്തിന്റെ ഒരു പുരോഗമന സ്വഭാവം അതാണ്. ഈവൻ കേരളത്തിലെ BJPക്കാരന് പോലും അത്ര കണ്ട് RSSകാരനാകാൻ കഴിയാത്തത്, അല്ലെങ്കിൽ RSSന്റെ ക്രൂരമുഖത്തിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം കേരളത്തിന്റെ ഒരു സ്വത്വമാണ്. കേരളത്തിന് ഒരു സ്വത്വമുണ്ട്. അത് മലയാളിയുടെ സ്വത്വമാണ്. അത് മതേതരത്വമാണ്.
അതിനോട് ചിലപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരിലും എല്ലാ നല്ലതിലും ചില കീടങ്ങൾ ഉണ്ടാവില്ല. അത്തരം വളരെ വലിയ അപകടകരമായ വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. ഹിന്ദുത്വമാണെന്നൊക്കെ പറയുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. അത്തരം വിഷയങ്ങളെ മാത്രം മാറ്റി നിർത്തിയാൽ അത് വളരെ വളരെ ചുരുങ്ങിയവരെ ഉണ്ടാവുള്ളൂ. കേരളത്തിലെ BJP-ക്കാരിൽ തന്നെ വളരെ ചുരുങ്ങിയ മനുഷ്യരെ അത്തരം വിഷയങ്ങളായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരം വളരെ കൊടും വിഷയങ്ങളെ മാറ്റി നിർത്തിയാൽ കേരളത്തിലെ BJP-ക്കാർ പോലും ആഗ്രഹിക്കുന്നുണ്ട് കേരളം ഇങ്ങനെ കേരളമായി നിൽക്കണമെന്നും, അതായത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ ജീവിത രീതിയോ ജീവിത ശൈലിയോ അല്ലെങ്കിൽ ജീവിത നിലവാരമോ അല്ല കേരളത്തിൻ്റെത്. തീർച്ചയായിട്ടും കേരളം എന്ന് പറയുന്നത് ഏറെക്കുറെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് പ്രബുദ്ധ കേരളം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത എന്താ പറയാ ലജ്ജ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് മലയാളിയാണെന്നതിൽ ചിലപ്പോൾ ലജ്ജ തോന്നും. കാരണം സാധാരണ ഇത്തരം വർഗീയ വിഷം വലിയ രീതിയിൽ അപകടകരമായ രീതിയിൽ മസ്തിഷ്കത്തിൽ എത്തിയിട്ടുള്ള മനുഷ്യർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടമാണ് ഈ മതം എന്നുള്ളത്. മതം മാത്രം ഭക്ഷിച്ച് ജീവിക്കുക എന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ അവരുടെ തലച്ചോറ് എപ്പോഴും ഇത്തരം മതേതരത്വത്തെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ പ്രകോപിതരായിക്കൊണ്ടിരിക്കും. ആ പ്രകോപനമാണ് അദ്ദേഹത്തിൽ കാണുന്നത്. എന്തായാലും അത്തരം വളരെ ചുരുങ്ങിയ മനുഷ്യരെ മാറ്റി നിർത്തിയാൽ കേരളം ഒരു വലിയ മതേതര തുരുത്താണ്. അത് കേരളത്തിലെ വിവിധ മതങ്ങളിൽ ഉൾപ്പെടെയുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെ ഉണ്ടായതാണ്. കാരണം കേരളത്തിലെ ജനത ജാതി വ്യവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ഭൂപ്രഭുത്വം കൊണ്ടൊക്കെ തന്നെ എത്ര കണ്ട് വലിയ ദുര്യോഗത്തിലായിരുന്നു. അത് ആ ഒരു 50-100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കേരളം മണ്ണിൽ കുഴിച്ചാണ് വാഹിദ ക്ഷമിക്കുക, ഈ സമയക്കുറവുകൊണ്ടാണ്. ധനേഷ്, ഈ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഒരു തൂത്തുവാരൽ നേടിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ കനലൊരു തരി എന്ന് പറയുന്ന പോലെ ആലപ്പുഴയിൽ ആരിഫ് മാത്രമായത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ അത് വിലയിരുത്തപ്പെടുന്നത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിർ സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ളത് രാഹുൽ ഗാന്ധി ആയിരുന്നു അന്ന്. എന്നാൽ ഇക്കുറി എന്തായിരിക്കും അവസ്ഥ? ആ ഒരു നേട്ടം കേരളത്തിൽ ഒരു എന്താ പറയുക, രാഹുലിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ തവണ ലഭിച്ചതുപോലെ കോൺഗ്രസിന് ഇത്തവണ സ്വാധീനിക്കാനുള്ള സാധ്യതയില്ല. ഇനി മറ്റൊന്ന്, ഈ INDA മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPM-ഉം അല്ലെങ്കിൽ കോൺഗ്രസും ഒരു തെരഞ്ഞെടുപ്പിൽ പരസ്പരം കൊമ്പ് കോർക്കുന്നു. അവിടെ ചെന്ന് ചേരണമല്ലോ ഒരുമിച്ച്. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രതിപക്ഷമായി BJP വളരുന്നുണ്ടെങ്കിൽ BJP ആഗ്രഹിക്കുന്നതും അത് തന്നെയല്ലേ? രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതപരമായ കാര്യമാണ്. ഈ പ്രാവശ്യം 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. BJP-യെ ഒപ്പോസ് ചെയ്യാൻ ഇന്ത്യയിൽ കോൺഗ്രസ് കഴിഞ്ഞ് മറ്റൊരു പാർട്ടി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം ആർക്കുമില്ല. അപ്പോൾ ഇന്ത്യയിൽ BJP-യെ നേരിടാനും പുതിയൊരു ശക്തിയായി മാറാനും ബാക്കിയുള്ള പാർട്ടികളെ ഒരുമിച്ച് ഒരു കുടക്കയിൽ നിർത്താനും സാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ്. മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകാം. കർണാടക ആയിക്കോട്ടെ, ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ, തെലങ്കാന ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, ഇവിടെയെല്ലാം കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം വല്ലാതെ കൂടുകയും കർണാടകയിലും അതുപോലെ തെലങ്കാനയിലും ഒക്കെ നമുക്ക് ഭരണം പിടിക്കാനും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ചലനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് BJP-യെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന ശക്തി മുന്നിൽ നയിച്ചാൽ മാത്രം സാധിക്കൂ എന്നുള്ളത് ഓരോ മലയാളിക്കും വളരെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 19 സീറ്റ് എന്നുള്ളത് ആലപ്പുഴ കൂടി ഈ പ്രാവശ്യം പോരും എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഭയമില്ല. പ്രത്യേകിച്ച് 2016 നിയമസഭാ ഇലക്ഷന്റെ വോട്ടിംഗ് ശതമാനം നോക്കിയാലും 2016 കാട്ടിൽ 2021 വന്നപ്പോൾ BJP-യുടെ വോട്ടിംഗ് ശതമാനം 4,60,000 കുറഞ്ഞു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. 10 വർഷം മുമ്പ് നരേന്ദ്രമോദി വന്നപ്പോൾ BJP-ക്ക് കൂടിയ വോട്ടുകൾ ഇപ്പൊ എവിടേക്ക് പോയി എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അന്നൊരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കി അദ്ദേഹം വന്നപ്പോൾ തീർച്ചയായിട്ടും മറ്റെന്തൊക്കെയോ സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ത്യ മറ്റൊരു രീതിയിലേക്ക് മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിട്ടത് കൊണ്ടും കേരളത്തിലൊന്നും കഴിഞ്ഞ ഈ വർഷങ്ങളൊന്നും നമ്മളൊന്നും ഒരു മാറ്റവും കണ്ടിട്ടില്ല. മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാത്തിരുന്ന് കാണേണ്ടതാണ്. വളരെ നന്ദി ധനേഷ് മുരളി, വാഹിദ് നാട്ടിക, TR രമേശ് പ്രതികരിച്ചതിന്. സമയക്കുറവുകൊണ്ടാണ് ഇടയ്ക്ക് ഇടപെടേണ്ടി വരുന്നത് എന്നുള്ളത് ദയവായി ഓർക്കുക. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മിഷൻ സൗത്ത് ഇന്ത്യയുമായി അല്ലെങ്കിൽ തെക്കൻ ദൗത്യവുമായി BJP രംഗപ്രവേശനം ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു താരമണ്ഡലം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടെങ്കിൽ അത് തൃശ്ശൂരാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ കൊട്ട് തുടങ്ങിക്കഴിഞ്ഞു, കേളികൊട്ട് ഉണർന്നു കഴിഞ്ഞു തൃശ്ശൂരിൽ എന്നുള്ളതാണ്. എന്താണെങ്കിലും ഗൾഫ് 18 പ്രവാസി ശബ്ദം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. വലിയ സ്വപ്നങ്ങൾ തീർത്ത പ്രതിരോധം മകളുടെ